Welcome to the course on Design of Machine Elements. Our course code is 5021. So the course Design of Machine Elements consists of 4 modules. So here I am listing the main topics in each module. Module 1 contains Introduction to Design of Machine Elements, design of bolts, nuts and keys, and design of power screws. Module 2 contains shafts and coupling. Module 3 contains bearing, cam, governor and flywheel. And Module 4 includes belt, rope and chain drive, gears and gear train. ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു അപ്ലൈഡ് ടെക്നോളജി കോഴ്സ് ആണ്. നമുക്ക് 4th സെമസ്റ്ററിൽ പഠിച്ച അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നുള്ള കോഴ്സിലെ നമ്മൾ പഠിച്ച സ്ട്രെസ്സ്, സ്ട്രെയിൻ തുടങ്ങിയ കൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു കോഴ്സാണ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ്. അപ്പോൾ എന്താണ് ഡിസൈൻ? എന്തൊക്കെയാണ് ഡിസൈനിനെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്ന വേരിയസ് ഫാക്ടേഴ്സ്? ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. So first we can look what is meant by engineering. So engineering is defined as it is the arts and science of applying the scientific knowledge to provide society with the requirements of modern civilization. അപ്പോൾ എൻജിനീയറിംഗ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, എൻജിനീയറിങ്ങിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിവിലൈസേഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചുള്ള എന്താണോ റിക്വയർമെൻറ്റ് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ സയൻസ് അപ്ലൈ, നമ്മൾ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മുടെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുക. അതാണ് എൻജിനീയറിങ്ങിൻ്റെ റോള്. സയൻറ്റിഫിക് നോളജിനെ യൂസ് ചെയ്തിട്ട് നമ്മുടെ റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുക. അപ്പോൾ അതിന് ഇപ്പോൾ നമുക്കൊരു പർപ്പസ്, നമുക്കൊരു റിക്വയർമെൻ്റ് ഉണ്ട്. ആ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ നമ്മൾ ടെക്നോളജിയെ യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. So the mechanism where a requirement is converted to meaningful and a functional plan is called design. അപ്പോൾ ഡിസൈൻ എന്ന് പറയുന്നത് നമുക്കൊരു റിക്വയർമെൻ്റ് ഉണ്ട്. ആ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമുക്കൊരു മെക്കാനിസം വേണം. എങ്ങനെ ആ മെക്കാനിസത്തിലേക്ക് എത്തുന്നു, ആ ഒരു പ്രോസസ്സിനെയാണ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കാം. ഈ ഫിഗറിൽ നമ്മൾ പലതരത്തിലുള്ള ഡിസൈൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫിഗർ ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ കാണുന്നത് ഒരു വീൽ ചെയറാണ്. ഇതൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ദിസ് എ കമ്പൈൻഡ് ഹാർവസ്റ്റർ, അതായത് നെല്ല് ഹാർവസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഡിവൈസാണ്, ഒരു അഗ്രികൾച്ചർ എക്യുപ്മെൻ്റാണ് കമ്പൈൻഡ് ഹാർവസ്റ്റർ എന്ന് പറയുന്നത്. കൊയ്ത്ത് യന്ത്രം പോലെയുള്ളത്, കൊയ്ത്ത് യന്ത്രം. ഇറ്റ്സ് എൻ എയർക്രാഫ്റ്റ്, എ ബോയിങ് എയർക്രാഫ്റ്റ്. ഇത് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കോക്കനട്ട് ഡീഹസ്കിങ് മെഷീൻ, തേങ്ങ പൊളിക്കുന്ന സിമ്പിളായിട്ടുള്ളൊരു ഡിവൈസ്. അപ്പോൾ ഇതെല്ലാം ഒരു ഡിസൈനാണെന്ന് നമുക്ക് പറയാം. ഈ വീൽ ചെയർ ഒരു ഡിസൈനാണ്. ഇവിടെ നമ്മുടെ റിക്വയർമെൻറ്റ് എന്തായിരുന്നു? റിക്വയർമെൻറ്റ് ഒരു ഓൾഡ് ഏജ് ആയിട്ടുള്ള അല്ലെങ്കിൽ നടക്കാൻ വയ്യാത്ത, കാലിന് സുഖമില്ലാത്ത ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തൊരു വ്യക്തിക്ക് ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റിക്വയർമെൻറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഒരു എക്യുപ്മെൻ്റാണ് അല്ലെങ്കിൽ ഒരു മെഷീൻ എന്നാണെങ്കിൽ നമുക്ക് പറയാം ഈ വീൽ ചെയറിന്. നെക്സ്റ്റ് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്, ദിസ് എ ഡിസൈൻ. ഇവിടെ നമുക്കൊരു പർപ്പസ് ഉണ്ട്. അതായത് നമുക്ക് ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് എത്താൻ സ്യൂട്ടബിളായിട്ടുള്ളൊരു കമ്പോണൻറ്റ് വേണം, അല്ലെങ്കിൽ ഒരു മെക്കാനിസം വേണം. അതാണ് ഹാങ്ങിങ്. ദിസ് ഈസ് ആൾസോ അനദർ ഡിസൈൻ. നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് സയൻസ്, എൻജിനീയറിങ്, നമ്മുടെ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു ഡിസൈനാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ്. അനദർ വൺ ദിസ് വൺ, ഒരു കമ്പൈൻഡ് ഹാർവസ്റ്റർ ഓർ ഹാർവസ്റ്റിംഗ് മെഷീൻ. നമുക്കറിയാം പണ്ട് കാലത്ത് നമ്മൾ നെല്ല് കൊയ്തിരുന്നതൊക്കെ മാനുവൽ വർക്കായിരുന്നു. ഇപ്പോൾ അഗ്രികൾച്ചർ എക്യുപ്മെൻറ്റ്സ്, മോഡേൺ ആയിട്ടുള്ള ടൂൾസ്, ഇതേപോലെയുള്ള കമ്പൈൻഡ് ഹാർവസ്റ്റർ, അതേപോലെ കൊയ്ത്ത് യന്ത്രം, മെതിയന്ത്രം, അതേപോലെ അഗ്രികൾച്ചർ ഫീൽഡ് മെക്കനൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ റിക്വയർമെൻ്റ് ഉണ്ട്. ആ റിക്വയർമെൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ്. ആ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഇങ്ങനെയൊരു മെഷീൻ അല്ലെങ്കിൽ ഒരു മെക്കാനിസം ഡെവലപ്പ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് ഡിസൈൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ആൾസോ എ ഡിസൈൻ. ഇറ്റ്സ് എൻ എയർക്രാഫ്റ്റ് ഈസ് ആൾസോ എ ഡിസൈൻ. So there was a requirement, and for satisfying that requirement an aircraft is
ഡിസൈൻഡ് അല്ലെങ്കിൽ ഡെവലപ്ഡ്. അനദർ വൺ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് എ കോക്കനട്ട് ഡീഹസ്കിങ് മെഷീൻ. അവർ റിക്വയർമെൻറ്റ് വി ഹാവ് ടു ഡീഹസ്ക്, അല്ലെങ്കിൽ തേങ്ങ പൊളിക്കണം, അതിൻ്റെ ചകിരി കളയണം. അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയൊരു സിമ്പിൾ മെക്കാനിസമാണ് ഈ കാണുന്നത്. സോ ഇറ്റ് ഈസ് ആൾസോ എ പ്രൊഡക്റ്റ് ഓഫ് എ ഡിസൈൻ. അപ്പം നമുക്ക് ഈ ഫിഗറിൽ കാണുന്നതെല്ലാം ഓരോ ഡിസൈനാണ്. ഇത് ആദ്യം തന്നെ ഈ ഒരു ഫോമിലേക്കല്ല എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം ഡെവലപ്പ് ചെയ്ത എയർക്രാഫ്റ്റ് ഇതേപോലെ ആയിരുന്നോ? ഈ ചിത്രത്തിൽ കാണുന്ന ബോയിങ്ങിൻ്റെ എയർക്രാഫ്റ്റ് പോലെ ആയിരുന്നോ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത എയർക്രാഫ്റ്റ്? അല്ല. നമുക്കറിയാം റൈറ്റ് സഹോദരന്മാരാണ് ആദ്യമായിട്ട് എയർക്രാഫ്റ്റ് ഡിസൈൻ എയർക്രാഫ്റ്റ് പറപ്പിക്കുന്നത്. അവർ ഉണ്ടാക്കിയ എയർക്രാഫ്റ്റിൽ നിന്ന് എത്രയോ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇന്ന് നമ്മൾ കാണുന്ന എയർക്രാഫ്റ്റിനുള്ളത്. അതേപോലെ ഹാങ്ങിങ് ബ്രിഡ്ജ് ആയാലും വീൽ ചെയർ ആയാലും ഈ അഗ്രികൾച്ചർ മെഷീനറീസ് എക്യുപ്മെൻറ്റ്സ് ആയാലും ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടന്നിട്ടാണ് ഇന്ന് കാണുന്ന ഈ സ്റ്റേജിലേക്ക് എത്തിയിട്ടുള്ളത്. So the mechanism where a requirement is converted to meaningful and functional plan is called design. ഡിസൈനെ ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. നമുക്കൊരു റിക്വയർമെൻ്റ് ഉണ്ട്, ആ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ നമ്മൾ ഒരു മെഷീൻ അല്ലെങ്കിൽ മെക്കാനിസം ഡെവലപ്പ് ചെയ്യുകയാണ്. ആ പ്രോസസ്സിനെയാണ് ഡിസൈൻ എന്ന് പറയുന്നത്. സോ ഡിസൈൻ ഈസ് എസെൻഷ്യലി എ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. And design is to formulate a plan to satisfy a particular need and to create something with physical reality. അപ്പോൾ എപ്പോഴും ഒരു ഡിസൈൻ വരുന്നത് അല്ലെങ്കിൽ ഒരു പുതിയൊരു ഡിസൈൻ വരുന്നത് ഒരു നീഡ്, ഒരാവശ്യത്തിൽ നിന്നാണ് ഒരു ഡിസൈനിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന എല്ലാതും ഒരു പർട്ടിക്കുലർ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള മെക്കാനിസംസ് ആണ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ എല്ലായിടത്തും ഫസ്റ്റ് മോട്ടീവ് അല്ലെങ്കിൽ ആദ്യത്തെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിക്വയർമെൻ്റ് ആണ് അല്ലെങ്കിൽ ഹ്യൂമൻ നീഡ്സ് ആണ് ഏതൊരു ഡിസൈനിലേക്കും എത്തിയിരിക്കുന്നത്. സോ there are different types of designs. We can say that we can classify designs into ship design, aircraft design or garment design. അപ്പോൾ പലതരം ഡിസൈനുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം പലതരത്തിലുള്ള ഡ്രസ്സുകളുണ്ട്, ഗാർമെൻറ്റ്സ്, അതൊരു തരം ഡിസൈനാണ്. പലതരത്തിലുള്ള കാറുകളുണ്ട്, അതൊരു തരത്തിലുള്ള ഡിസൈനാണ്. പലതരത്തിലുള്ള ഷിപ്പുകൾ, അതൊരു ഡിസൈനാണ്. എല്ലാ ഏരിയകളിലും നമുക്ക് ഡിസൈൻ ഉണ്ട് എന്ന് പറയാം. പലതരത്തിൽ നമുക്കതിനെ ഡിഫൈൻ ചെയ്യുകയും ചെയ്യാം. ബട്ട് ഹിയർ വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ്. So now we are going to study what is meant by a machine and what is meant by a machine element. എന്താണ് മെഷീൻ എന്ന് പറയുന്നത്? A machine can be defined as a mechanical device consisting of one or more rigid components designed and used for transmitting force and motion and to perform useful work when some form of energy is supplied to it. അതായത് നമ്മൾ സപ്ലൈ ചെയ്യുന്ന എനർജിയെ ട്രാൻസ്ഫോം ചെയ്ത് അതുകൊണ്ടൊരു യൂസ്ഫുൾ പർപ്പസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസിനെയാണ് എന്ത് പറയുന്നത്? മെഷീൻ എന്ന് പറയുന്നത്. ഈ ഇതിൽ കാണിച്ചിരിക്കുന്ന അതിൽ ഈ ഒരു എയർക്രാഫ്റ്റ് ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എ മെഷീൻ. എന്താണ് നമ്മളവിടെ ചെയ്യുന്നത്? നമ്മളവിടെ ഒരു എനർജി സപ്ലൈ ചെയ്യുന്നു, അതായത് ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നു. ആ ഫ്യൂവൽ യൂസ് ചെയ്തിട്ടാണ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെ നമ്മൾ കൊടുക്കുന്നത് ഏവിയേഷൻ ഫ്യൂവലായിരിക്കും. ആ ഏവിയേഷൻ ഫ്യൂവലിനെ വർക്കാക്കി കൺവേർട്ടാക്കി ചെയ്ത് അത് ഫ്ലൈയിങ് ആക്കി അതുകൊണ്ട് അത് പറക്കുന്ന തരത്തിൽ. ഇപ്പോൾ നമുക്കറിയാം ഇതേപോലെ ഒരു ഫ്യൂവലാണ് നമ്മൾ സ്കൂട്ടറിലും ബൈക്കിലും കാറിലുമൊക്കെ ഒഴിക്കുന്നത്. പെട്രോൾ ഒഴിക്കുന്നത്, ഡീസൽ ഒഴിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പറക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ എയർക്രാഫ്റ്റ് പറക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണോ നമ്മുടെ റിക്വയർമെൻറ്റ്, ആ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലേക്ക് അതിനെ മാറ്റുകയാണ്. ഫ്യൂവലിന് നമ്മൾ ഇൻപുട്ട് ഫ്യൂവലാണ്. ആ ഫ്യൂവൽ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ടത് റിക്വയർമെൻറ്റ് എന്താ? നമുക്ക് ആകാശത്തിലൂടെ പറക്കണം. അപ്പോൾ അതിനുള്ളൊരു ഡിവൈസാണ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കോക്കനട്ട് ഡീഹസ്കിങ് മെഷീനിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എനർജി എന്താ? നമ്മൾ ഈ ഹാൻഡിൽ വെച്ചിട്ട് ഹാൻഡിൽ മുകളിലേക്ക് പൊക്കുന്നു. അപ്പോൾ ഈ കോക്കനട്ടിനെ ചകിരി റിമൂവ് ചെയ്തിട്ട് നമുക്ക് തരുന്നു.
അതാണ് ഈ കോക്കനട്ട് ഡീഹസ്കിങ് മെഷീൻ. ഇതൊരു മെഷീനാണ്. നമ്മളൊരു എനർജി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ആ ഫോഴ്സിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് നമുക്ക് യൂസ്ഫുൾ പർപ്പസിന് ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ഹാൻഡിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെക്കാനിസം അവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് തേങ്ങയിൽ നിന്ന് ചകിരി റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. അതല്ലാണ്ട് വേറെ നമ്മൾ ഈ ഹാൻഡിൽ കൊടുക്കുന്ന അതേ എമൗണ്ട് ഫോഴ്സ് വെറുതെ ഒരു തേങ്ങയിൽ പ്രയോഗിച്ചാൽ അതിൻ്റെ ചകിരി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതിന് പോസിബിളായിട്ടൊരു മെക്കാനിസം അവിടെ വേണം. സോ a machine can be defined as a mechanical device. It's a mechanical device consisting of one or more rigid components. So in a machine there will be one or more components. So a machine is a combination of different components. ഒരു മെഷീനിൽ പലതരത്തിലുള്ള കമ്പോണൻസ് ഉണ്ടായിരിക്കും. ഈ കമ്പോണൻസ് എല്ലാം ചേർന്നിട്ടാണ് ഒരു മെഷീൻ ഉണ്ടാവുന്നത്. ഡിസൈൻഡ് ആൻഡ് യൂസ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ഫോഴ്സ് ആൻഡ് മോഷൻ ആൻഡ് ടു പെർഫോം യൂസ്ഫുൾ വർക്ക് വെൻ സം ഫോം ഓഫ് എനർജി ഈസ് അപ്ലൈഡ് ടു ഇറ്റ്. നമ്മളതിലേക്ക് ഒരു എനർജി കൊടുക്കുന്നു, ആ എനർജി യൂസ് ചെയ്തിട്ട് അത് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള തരത്തിലുള്ള വർക്ക് പെർഫോം ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് എ മെഷീൻ. നമ്മൾ എനർജി സപ്ലൈ ചെയ്യുന്നു, ആ എനർജി യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണോ ആ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ മെഷീൻ ഞാൻ പറഞ്ഞു, മെഷീൻ കൺസിസ്റ്റ് ഓഫ് വൺ ഓർ മോർ റിജിഡ് കമ്പോണൻസ്. ഇറ്റ് കണ്ടെയ്ൻസ് n number of components. Okay, so the smallest component of a machine such as bolt, spring, bearing, key, cam, belt, gear, etc. is termed as machine element. So a machine consists of several components. So these components are known as machine elements. So in this course we are interested in design of these machine elements. So our course 5021 design of machine elements is dealing with different machine elements like bolt, nut, key, power screw, shafts, coupling, bearing, cam, governor, flywheel, belt, rope, chain, gear train. So all these are machine elements, components of a machine.